ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹോം മെയ്ഡ് മയോണൈസ് ആണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് ഞൊടിയിടയിൽ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മയോണൈസ് തയ്യാറാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. 2 മുട്ട, നാരങ്ങ നീര്, 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പഞ്ചസാര, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 2 മുട്ട, അതിന്റെ വെള്ളം മാത്രം മതി. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് വെള്ളം മാത്രമായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ മുട്ടയുടെ വെള്ളം ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മുട്ടയുടെ വെള്ളം മാത്രമാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 2 വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നാരങ്ങ നീര്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് അടിക്കുന്നത്. ഇത് ആദ്യം നന്നായിട്ട് അടിച്ചെടുക്കുക. മിക്സിയുടെ പൾസിലിട്ട് നമ്മൾ അടിച്ചെടുക്കണം. നമ്മൾ സാധാരണ അടിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഞാനിപ്പം 2 മുട്ടയ്ക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒരു 3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് അടിച്ചെടുക്കണം. അത് നമ്മൾ സാധാരണ മുമ്പേ അടിച്ച പോലെ തന്നെ പൾസിലിട്ട് അടിച്ചെടുക്കുക. ആദ്യം നമുക്ക് ഇതിന്റെ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് നിർത്തി അടിച്ചെടുക്കണം. നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നും കൂടെ അടിക്കുക. ായിട്ടുണ്ട്. നമുക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് അടിക്കാം. നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടയായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കട്ടയായിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.